വരുന്നത് ഇത് കണ്ടാൽ മനസ്സിലാവും. അതൊക്കെ നമ്മൾ എന്താണ് കൊയറാണെങ്കിലും ക്യാപിറ്റലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കട്ട് ചെയ്യുന്നില്ല. പ്രോപ്പറായിട്ട് നമ്മൾ മെഷീൻ ബന്ധ ചെയ്യുന്നത്. അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻസിന്റെ ലൈഫ് ഒന്നും കൂടെ കൂടും, ഡ്യൂറബിലിറ്റി കൂടും. ബന്ധ ചെയ്യുന്ന പോലെ നമുക്ക് പൊട്ടി പോകാനോ ക്രാക്ക് ഒന്നും വരില്ല. പ്രോപ്പറായിട്ട് നമുക്ക് എന്തെങ്കിലും മെഷീൻസിന്റെ പ്രോപ്പർ മെക്കാനിസം ഒരു ലൈഫ് ലോങ് മെഷീൻ വർക്ക് ചെയ്യും. ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ പ്രോപ്പർ ബെൻഡിങ് ആണ്, നമ്മളൊന്നും കട്ട് ചെയ്ത് ചെയ്യുന്നില്ല. എല്ലാ മെഷീൻസും നമ്മൾ ചെയ്യുന്നത്. പിന്നെ അപ്പോളോയുടെ ഒറിജിനൽ 12 kg പൈപ്പ് നമുക്ക് വരുന്നത് കംപ്ലീറ്റ് നോക്കി മനസ്സിലാവും. നമുക്ക് ഒന്നുപോലും എന്ത് വരുന്നില്ല, കട്ടിങ് വരുന്നില്ല. ഇത് നമുക്ക് ഇന്ന് ഡിസ്പാച്ച് ചെയ്യാനുള്ള നമ്മുടെ ഡംബിളുകളാണ്. ഡംബിൾ ബൗൺസർ ഡംബിളാണ് വരുന്നത്. ഇതിനൊക്കെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. ഇത് ഒരു ഡിസൈനിലപ്പോൾ വരുന്നത്. ഇത് ഈ ഒരു ഡിസൈൻ മാത്രമല്ല, നമുക്ക് കസ്റ്റമറിന് എന്താ ചെയ്യാം, കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പല ഡിസൈനിലും ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ പ്ലേറ്റ് ആണെങ്കിലും ഇത് കണ്ടാൽ മനസ്സിലാവും. പല ഡിസൈനിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമല്ല, പല ടൈപ്പിലുള്ള കട്ടിങ്ങുകൾ പല ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഡംബിളൊരു മോഡൽ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഒരു മോഡലാണ്. കണ്ടാൽ മനസ്സിലാവും. എന്തോ ബ്ലാക്കിലും റെഡ് കളറിൽ ഗ്രീൻ കളറിൽ വരുന്നുണ്ട്. ഇങ്ങനെ നമുക്കിത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡംബിൾ പ്ലേറ്റ് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, വരുന്നത് നോർമൽ ആളുകൾ ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നോർമൽ വെൽഡിംഗ് അല്ല ചെയ്യുന്നത്. ഒരു പ്രോപ്പർ ഇലക്ട്രിക് വെൽഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടാൽ വേണ്ടി മനസ്സിലാൻ പറ്റും. ഇതൊക്കെ നമുക്ക് സെറ്റപ്പ് പോകാൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താണ് വെൽഡ് വെച്ച സംഭവമാണ് പറയുന്നതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ചെയ്യുന്നത്. ഇപ്പോൾ മെഷീൻസ് വലിയ മെഷീൻസ് വന്നില്ല. നോർമൽ വെൽഡിംഗ് അല്ല, പ്രോപ്പർ ഇലക്ട്രോണിക് പ്രോപ്പർ വെൽഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ മെഷീൻ്റെ വെൽഡിംഗ് നമ്മൾ മനസ്സിലാണ്ട് പറ്റും. ഇതൊക്കെ നമ്മൾ വെൽഡ് വെച്ചാൽ നിങ്ങൾക്ക് ക്വാളിറ്റി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളോളം മെഷീനായിട്ടുള്ള വെൽഡിംഗ് ചെയ്യുന്നത്, അല്ലാണ്ട് എന്തല്ല നോർമൽ വെൽഡിംഗ് അല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ മെഷീൻസിന് ലൈഫ് സ്പാൻ കൂടുതലായിരിക്കും. നമ്മളെ പൈപ്പിൻ്റെ ഇല്ല നമ്മൾ പോവാം. ഇപ്പോഴാണ് നമ്മളെ കട്ടിങ് ഫ്രെയിം വർക്ക് നടക്കുന്ന ഇവിടെ ഓരോ മെഷീൻസിൻ്റെ ഫ്രെയിം വർക്ക് ഇവിടെയാണ് വരിക. ക്യാപ്സ്യൂൾ പൈപ്പ് ആയിക്കോട്ടെ, കസ്റ്റമർ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെ ഫ്രെയിം വർക്ക് ഇവിടെയാണ് ചെയ്യുന്നത്. അത് കണ്ടാൽ മനസ്സിലാണ്ട് പറ്റും. ഓരോ മെഷീൻസും പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സും കാര്യങ്ങളും എടുത്തിട്ട് പ്രോപ്പർ ബക്കാൻസ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ മെഷീൻസിനും ഫ്രെയിം വർക്ക് ചെയ്യുന്നത്. ഈവൻ നമ്മൾ കട്ടിങ് ആണെങ്കിൽ പോലും പ്രോപ്പർ മെഷർമെൻറ്റിലാണ് ചെയ്യുന്നത്. കാരണം ജിമ്മ് വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, ഒരു മെഷീൻസിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർ മെഷേഴ്സ് കറക്റ്റായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ മെക്കാനിസം കറക്റ്റാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മളിത് കാണിക്കാതെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോപ്പർ അപ്പോളോടെ പൈപ്പാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ തക്രീത്തെ കാര്യങ്ങൾ ഇവിടുത്തെ ഓയിലോട് നോക്കുന്നത് നമ്മുടെ സുഫിയാൻ ഭായി ആണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ, കാരണം ഇതിൻ്റെ സെക്ഷൻ്റെ ഹെഡ് നോക്കുന്ന മൂപ്പരാണ്. അപ്പോൾ കുറച്ചും കൂടെ ആധികാരികമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ആൾ പറഞ്ഞതായിരിക്കും. फ्रेंड्स, ये हमारा मैन्युफैक्चरिंग एरिया मतलब यहाँ पर हमारा रॉ मटेरियल आता है और पूरी मशीनें यहीं से ही तैयार होती है. जैसा आप ये देख सकते हैं भी हमारे पास 4 से 5 पीए है जो ये अलग अलग मशीन हमारी बननी है. जैसा आप ये देख सकते हैं बेंट ओवर रो है, स्मिथ मशीन बननी है हमारी जो कि 3D मॉडल होता है, रेक्टेंगुलर में है, फुल हैवी है, प्रॉपर बेंडिंग के साथ है जैसे भाई ने आपको भी बताया. बाकी हमारा पूरा इंस्टॉलेशन एरिया है. केरात मशीन हमारे पास पूरी है, प्रॉपर मूवमेंट के साथ हम सारी चीज़ों को मैन्युफैक्चरिंग करता है.